ശ്രീ ഹാഷിം അരിയിൽ ഒരിക്കലും ഇസ്ലാം മതവിശ്വാസികൾ ഒന്നാകെ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഉത്തമനായ അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിം ഇതിനെ ഒന്നും അനുകൂലിക്കില്ല. പക്ഷേ നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്നത് എന്താണ്? ഒരു ഇസ്ലാം മതവിഭാഗത്തിൽ നിന്ന് ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾ അംഗീകരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇമാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന, INL പോലൊരു സംഘടന, ഇതിനെ ഒന്ന് അപലപിച്ച് രണ്ടു വരി ഒന്ന് പറയുക. അത് ശരിയായില്ല, അങ്ങനെ കാണിച്ചത് ശരിയായില്ല. മതത്തിൻ്റെ പേരിൽ ഒരാളെ കൊലപ്പെടുത്തിയത് ശരിയായില്ല. INL കാര്യം തന്നെ എടുക്കാം, മറ്റു പാർട്ടികൾ അവിടെ നിൽക്കട്ടെ. INL കാര്യമാണല്ലോ ശ്രീ ഹാഷിം അരിയലിന് പറയാൻ കഴിയുക. നിങ്ങളുടെ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അങ്ങനെ നടത്തിയ കൊലപാതകത്തെ ഒരു കാലത്തും ന്യായീകരിക്കാനാവില്ല എന്ന് ഒരു വരി പറയാൻ നിങ്ങൾക്ക് എന്താണ് മടി? നിങ്ങൾ മൗനം കൊണ്ട് ഇതിനെയൊക്കെ തലയാട്ടി സമ്മതിക്കുകയാണോ ശ്രീ ഹാഷിം അരിയൽ? പിന്നെ ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അപലപിക്കുക മാത്രമല്ല, ഏറ്റവും നികൃഷ്ടമായ പ്രവൃത്തിയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യം നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. ഒരു പെൺകുട്ടിയെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തുക ഒരു മനുഷ്യജീവിയെ എന്ന് മാത്രമല്ലല്ലോ. നമ്മൾ മനുഷ്യ സംസ്കാരം എന്ന് പറയുന്നത്, മാനവികത എന്ന് പറയുന്നത്, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാതിരിക്കലാണ് മനുഷ്യനായി വളരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ വഴി. അത്തരം വഴികളിൽ സഞ്ചരിക്കേണ്ടുന്ന ആളുകൾ തൻ്റെ സഹധർമ്മിണിയായി വരാൻ തയ്യാറായിരിക്കുന്ന ഒരു യുവതിയെ, ഒരു കുട്ടിയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടമാണ്. ആരും ഒരു കുട്ടിയും അതിനെ പിന്തുണക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മതത്തിന്റെ പേരില് അല്ലെങ്കിൽ മറ്റ് രൂപത്തിന്റെ പേരിലോ അത്തരം പ്രവൃത്തികൾ, ഹീന പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ ആരും അത് അംഗീകരിക്കില്ല. മഞ്ചേരിയിൽ ഒരു കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന കാബാലികൻ അതിനിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. നമ്മളെല്ലാം കേരളം നടുങ്ങിയതായിരുന്നു കൃഷ്ണപ്രിയയുടെ വധം. ആ കൃഷ്ണപ്രിയ കൊല്ലപ്പെട്ടപ്പോ ഇവിടെ മതം നോക്കി, ജാതി നോക്കി ആരും അയാളുടെ കൂടെ നിന്നില്ല എന്ന് മാത്രമല്ല, ആ കുട്ടിയുടെ പിതാവ് അദ്ദേഹം പുറത്തിറങ്ങുന്നവരെ കാത്തിരുന്നു. നിഷ്ഠൂരമായ കൊലപാതകം ചെയ്ത ഒരു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത ആ കാബാലികനെ തൻ്റെ കൈകൊണ്ട് അദ്ദേഹം വധിക്കുന്ന ഒന്നുണ്ട്. നിയമം കയ്യിലെടുക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ ഇപ്പൊ സാറൊക്കെ ഇവിടെ ഉണ്ട്, സുഭാഷ് സാറൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ അതല്ല പറയുന്നത്. നിയമം കയ്യിലെടുക്കുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ ആ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കയ്യിൽ ജനിച്ചു വീണ് താൻ വളർത്തിക്കൊണ്ടുവന്ന, തൻ്റെ മുഖത്ത് നോക്കി അച്ഛ എന്ന് നിരന്തരം വിളിച്ച, താൻ വൈകുന്നേരം വരുമ്പോൾ തന്നെ സ്വീകരിച്ച നിഷ്കളങ്കിയായ തൻ്റെ മകളെ കൊല്ലപ്പെട്ടപ്പോ, അതും നിജമായി കൊല ചെയ്യപ്പെട്ടപ്പോ അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടായി. ആ കൈരളിയുടെ മുന്നിൽ നിന്നാണ് അദ്ദേഹം ആ കാബാലികനെ കൊല ചെയ്തത്. കേരളത്തിലെ ഒരു മനുഷ്യനും അതിനെ എതിർത്തിട്ടില്ല. മാനസികമായി കേരളം അദ്ദേഹത്തിന്റെ കൂടെ നിന്നു, ആ പിതാവിന്റെ കൂടെ നിന്നു. തീർച്ചയായിട്ടും അതാണ് കേരളം, അതാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി എന്ന് പറയുന്നത്. തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുന്നതല്ല കേരള സ്റ്റോറി. പകരം അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ പിന്നെ അതിനെതിരെ പ്രതികരിക്കുന്നതാണ് കേരളത്തിന്റെ. അതിനെതിരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. നാഷണൽ ലീഗിന്റെ പ്രതിനിധിയാണല്ലോ അങ്ങ്. നാഷണൽ ലീഗ് എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനെ പ്രതികരിച്ച് കണ്ടില്ല, ഇതേപ്പറ്റി പ്രതികരിച്ച് കണ്ടില്ല. ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലം, ഹരിപ്പാട് മണ്ഡലത്തിലാണ് ഈ സംഭവം നടന്നത്. ആഭ്യന്തരമന്ത്രി ഒരു വാക്കുപോലും പറഞ്ഞില്ല. ആ കുടുംബത്തിനുണ്ടായ ദുഃഖത്തിലൊന്നും പങ്കുചേർന്നില്ല. മുഖ്യമന്ത്രി മിണ്ടിയില്ല, ആരും മിണ്ടിയില്ല, ജനപ്രതിനിധികൾ ആരും മിണ്ടിയില്ല. സമുദായ സംഘടനകൾ, പ്രത്യേകിച്ചും ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ ആരും ഇതിനെ അംഗീകരിക്കുന്നില്ല എന്ന്. ആരും അംഗീകരിക്കുന്നില്ല എന്ന് മൗനത്തിലൂടെ അല്ല തെളിയിക്കേണ്ടത്, അതിന് കൃത്യമായി പ്രതികരിക്കണം. പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ അതേപ്പറ്റി അഭിപ്രായങ്ങൾ പറയണം. ഇതിപ്പോൾ അങ്ങ് ഈ ചർച്ചയ്ക്ക് വന്നു, അങ്ങയുടെ അഭിപ്രായം അതാകാം, അത് ചോദിച്ചപ്പോൾ അത് പറയുകയും ചെയ്തു. പക്ഷേ അങ്ങനെയല്ല, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ പ്രതികരിക്കണം. അവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്, ഈ മൗനമാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലക്ക്, എന്റെ പാർട്ടിയുടെ നയം ശരിക്കും വ്യക്തമായി അറിയുന്ന ഒരാളെന്ന നിലക്ക്, അതിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലക്ക് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്റെ പാർട്ടി ശക്തമായി അപലപിക്കുന്നു. ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അപലപിക്കുന്നുണ്ട്. അവർ പ്രതികളുടെ കൂടെയോ അവരുടെ ഒപ്പം ചേരാനോ ഉണ്ടായിട്ടില്ല. ഇതുപോലെയുള്ള പല വിഷയങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കൃഷ്ണപ്രിയന്റെ മാത്രമല്ല, പല വിഷയങ്ങളും കേരളത്തിൽ ഇതുപോലെ വന്ന സന്ദർഭത്തിലൊക്കെ മതം നോക്കാതെ, മറ്റ് സാഹചര്യങ്ങൾ നോക്കാതെ ഇടപെട്ടിട്ടുണ്ട്. പാർട്ടി മാത്രമല്ല,
കേരളത്തിൽ കണ്ണൂര് പിന്നെ ഇതേപോലെ ഈ പിന്നെ രാജ്യം വിട്ട് പുറത്തേക്ക് നുഴഞ്ഞു കയറി ബംഗ്ലാദേശിലേക്ക് നാടുകടക്കാൻ പിന്നെ തീവ്രവാദ പ്രവർത്തനത്തിന് പോയ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടത് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ അതിർത്തിയിൽ. അന്ന് സഫിയുമ്മ എന്ന് പറയുന്ന കണ്ണൂരിലെ ഉമ്മയാണ് പറഞ്ഞത്, എന്റെ വയറിൽ പിറന്നവനല്ല അവൻ. അതെ, അവന്റെ മൃതദേഹം എനിക്ക് കാണണ്ട. ഒരു ഉമ്മ പോലും പറയുന്ന സാഹചര്യത്തിലുള്ള സംസ്കാരമാണ് കേരളത്തിന്റെ സംസ്കാരം. ആ സംസ്കാരത്തെ മറ്റൊരു വിധത്തിൽ ചിത്രീകരിക്കരുത്. കാരണം ഈ ഒരു കൊലപാതകം എന്ന് പറയുന്നത് പിന്നെ ഏത് കൊലപാതകത്തെ പോലെ തന്നെ ഇത് കുറച്ചുകൂടെ ക്രൂരമായി പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ പിന്നെ കാവാലികന്റെ കൂടെ ഒന്നിച്ച് തന്റെ ജീവിതം കൊണ്ടുപോകാമെന്ന് കരുതിയ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. ഈ നാട്ടിലുള്ളവരുടെ അവസ്ഥ അത് തന്നെയാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഡോക്ടറായിട്ട് കടന്നു വരും. ആ കുട്ടിയുടെ പേരിൽ പിന്നെ ഒരു രക്ഷിതാവ് ഒരു മകളെ അല്ലെങ്കിൽ മകനെ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിദ്യാഭ്യാസം നേടുന്ന മക്കളുള്ള രക്ഷിതാക്കൾക്ക് സ്വാഭാവികമായും അറിയുന്ന കാര്യമാണ്. വളരെ കഴിയുന്ന കാര്യമല്ല. ഈ വേദനയോട് എത്ര പേർ ചേർന്ന് നിന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മളെയും വേദനിപ്പിക്കുന്നത്. ആരും ഈ മൗനത്തിലൂടെ ഇതിനെല്ലാം ഞങ്ങൾ എതിർത്തു എന്ന് പറയുന്നതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് കേരള ജനത തന്നെ തിരിച്ചറിയണം.